എല്ലാവർക്കും വസുദേവ സ്വാഗതം. നമ്മൾ നാരായണീയം തുടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമുക്കതിൻ്റെ പഠനം ആരംഭിക്കാം. ആദ്യത്തെ ശ്ലോകം കഴിയുമെങ്കിൽ ഇന്ന് ഒരു ശ്ലോകം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ശ്ലോകത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് സാക്ഷാൽ ഭഗവാനെയും ഗുരുപരമ്പരകളെയും എല്ലാം സ്മരിക്കുന്നു. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഹരിശ്രീ ഗണപതയേ നമഃ, ശ്രീ മൂകാംബികായേ നമഃ, ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഹരേ ഗുരുവായൂരപ്പ. എല്ലാം ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കണു. എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും തെളിയിച്ച് ഓരോ വാക്കുകളും ഭഗവാന്റെ വാക്കുകളായിട്ട് പുറത്തേക്ക് വരാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ ശ്ലോകം ഈ ദശകം, ആദ്യത്തെ ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ്. അതുപോലെ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതാണ് ആദ്യത്തെ ശ്ലോകം. അതായത് ശ്രീമദ് ഭാഗവതം ഉണ്ടല്ലോ, ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ അല്ലെങ്കിൽ ആ സർഗത്തിൽ പറയുന്നത് ഭഗവാൻ സത്യം പരം ധീമഹി, സത്യമാണ് ഭഗവാൻ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അതേ സത്യത്തെ ഇവിടെ പട്ടേരിപ്പാട് ബ്രഹ്മതത്വമായിട്ട് പറയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഞാനിവിടെ നാരായണീയം ഫോളോ ചെയ്യുന്നത് ഡോക്ടർ BC ബാലകൃഷ്ണൻ്റെ നാരായണീയം വ്യാഖ്യാനം എന്ന പുസ്തകമാണ്. ഈ പുസ്തകമാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ തന്നെയായിരിക്കും. പിന്നെ അല്ലാതെയും കുറച്ച് റെഫറൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്രം എന്ന് വെച്ചാൽ എന്താണ്? കൊഴുത്ത അല്ലെങ്കിൽ കട്ട പിടിച്ചത് എന്നൊക്കെയാണ് പറയുക. അതായത് സാന്ദ്രാനന്ദാവബോധം എന്നാണ് പറയുന്നത്. ആനന്ദം, അവബോധം. അവബോധം എന്നാൽ എന്താണ്? അതായത് ആനന്ദവും അവബോധവും. ഇത് അവബോധം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. അതായത് സാന്ദ്രമായ അറിവ് അല്ലെങ്കിൽ സാന്ദ്രമായ ആനന്ദം. ഓരോ വാക്കിൻ്റെയും അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. അത് എങ്ങനെയാണെന്നാണ് പറയണത്. ആനന്ദാവബോധാത്മകം. ആത്മകം എന്നാൽ സ്വരൂപം. അതായത് ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണെന്നാണ് പറയണത്. സാന്ദ്രമായ ആനന്ദമാണ്, അവബോധമാണ്. അതായത് ആനന്ദവും അറിവും തികഞ്ഞ സ്വരൂപമാണ് ഭഗവാന്റേത്. അതെങ്ങനെയാണ്? അനുപമിതം എന്നാണ് പറയുന്നത്. അനുപമിതം എന്നാൽ ഉപമിക്കാൻ സാധിക്കാത്തത്. സാധാരണ നമ്മൾ ഉപമിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ രണ്ട് കാര്യങ്ങൾ വേണം നമുക്ക് ഉപമിക്കാനായിട്ട്. അപ്പം നമ്മൾ പറയല്ലോ, മന്നവേന്ദ്ര തിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ഇവിടെ മന്നവേന്ദ്രനെ, രാജാവിനെ ചന്ദ്രനോട് ഉപമിക്കുകയാണ്. അപ്പം നമുക്ക് രണ്ട് വസ്തുക്കളോ രണ്ട് വ്യക്തികളോ വേണം ഉപമിക്കാനായിട്ട്. ഇവിടെ ഭഗവാനെ ഉപമിക്കാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഭഗവാനാണല്ലോ. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തെ ഉപമിക്കാൻ സാധിക്കില്ല എന്നാണ് പറയണത്. അനുപമിതം. കാലദേശാവധിഭ്യാം. കാലത്തിനും ദേശത്തിനും അവധിഭ്യാം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട്. അതായത് കാലങ്ങൾ കൊണ്ടോ ദേശങ്ങൾ കൊണ്ടോ നമ്മളൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന, ഇന്ന ദേശത്ത് ജീവിച്ചിരിക്കുന്ന, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ നമ്മുടെ അഡ്രസ്സ് പറയണത്. ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന ദേശത്തുള്ള ആളാണ്, ഇന്ന കാലത്ത് എഴുത്തച്ഛൻ ഇന്ന കാലത്തായിരുന്നു ജീവിച്ചിരുന്നത്, ഭട്ടതിരിപ്പാട് ഇന്ന കാലത്താണ് ജീവിച്ചിരുന്നത്. അപ്പം നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കാലങ്ങളും ദേശങ്ങളും ഒക്കെ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലങ്ങൾക്കും ദേശങ്ങൾക്കും എല്ലാം അതീതനാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്. ബ്രഹ്മതത്വമായിട്ടുള്ള സാക്ഷാൽ
ഭഗവാൻ ഈ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതനാണ്. നിർമുക്തം എന്നാൽ മുക്തനായിട്ടുള്ളത്, അതായത് കാലങ്ങളുടെയും ദേശങ്ങളുടെയും പരിധിക്ക് അപ്പുറമായിട്ടുള്ള, അതിൽ നിന്നെല്ലാം മുക്തനായിട്ടുള്ള. ഇനി എങ്ങനെയാണ് മുക്തനായിരിക്കുന്നത്? നിത്യമുക്തനാണ്, എന്നെന്നും മുക്തനായിരിക്കുന്ന. അതായത് നമ്മളെല്ലാം മായ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ്. നമുക്ക് ബന്ധങ്ങളോട്, സ്നേഹങ്ങളോട്, സൗഹൃദങ്ങളോട് എല്ലാം ഒരു ബന്ധനമുണ്ട്. പക്ഷെ ആ ബന്ധനങ്ങളിൽ നിന്നുമെല്ലാം ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ ബന്ധിക്കപ്പെട്ടിട്ടില്ല, നിർമുക്തനാണ്, എന്നെന്നും മുക്തനാണ്. ഇനി നിഗമ ശതസഹസ്രേണ. നിഗമം എന്നാൽ വേദം എന്നാണ് അർത്ഥം. ശതം എന്നാൽ 100, സഹസ്രം എന്നാൽ 1000. അപ്പോൾ 100,000 എന്നാൽ എന്താ? അനേകം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം, അതായത് വേദങ്ങൾ, ആയിരക്കണക്കിന് വേദമന്ത്രങ്ങളുണ്ടല്ലോ, ഈ വേദങ്ങളാൽ പോലും ആ വേദങ്ങൾ മുഴുവനും നന്നായിട്ട് പ്രകാശിപ്പിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന, അതായത് ആ വേദങ്ങൾ കൊണ്ട് ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. ആ ഒരു ബ്രഹ്മതത്വത്തെ അറിയാനായിട്ട് വേദങ്ങൾ എത്രമാത്രം വർണ്ണിക്കുന്നു ഭഗവാനെ, ആ ഒരു വർണ്ണന അല്ലെങ്കിൽ അങ്ങനെ ഭഗവാനെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അസ്പഷ്ടം ദൃഷ്ടമാത്രേ. അപ്പോൾ ഭഗവാനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സ്പഷ്ടാവില്ല. പിന്നെയോ അങ്ങനെ ആ സ്പഷ്ടമല്ലാത്ത ഭഗവാനെ അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്നാൽ എന്താണ്? ഒറ്റ നോട്ടം കൊണ്ട്. ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം. എന്ന് വെച്ചാൽ പിന്നീട്. പുരുഷാർത്ഥാത്മകം. എന്നാൽ എന്താണ്? ശ്രേഷ്ഠമായിട്ടുള്ള. പുരുഷാർത്ഥങ്ങൾ എന്താണ്? പുരുഷാർത്ഥങ്ങൾ നമുക്കറിയാലോ. എന്താണ്? ധർമാർത്ഥം, കാമമോക്ഷങ്ങളെയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാം പറഞ്ഞുല്ലോ, മായയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഏവരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? ആ മോക്ഷത്തെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. ആ മോക്ഷത്തിലേക്കുള്ള മാർഗത്തിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളെല്ലാം സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അർത്ഥം നേടണം. അർത്ഥം നേടാന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ജീവിക്കാനായിട്ട് സമ്പത്ത് വേണം. ഇത് നേടേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ധർമ്മത്തിലൂടെ വേണം ഈ അർത്ഥം നേടാനായിട്ട്. ഇനി അതുമാത്രമല്ല കാമം. അങ്ങനെ നമ്മൾ ഈ അർത്ഥങ്ങൾ നേടുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള കാമങ്ങളെ പൂർത്തീകരിക്കാം. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. സത്യത്തിൽ ആചാര്യന്മാർ പറയുന്നത് ഒന്നിനോടും ആഗ്രഹം ഉണ്ടാവരുത് എന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ. അപ്പം നമുക്ക് ഒരു വീട് വേണമെന്നുണ്ടാവും, അതുപോലെ മക്കളുടെ വിവാഹം, പഠിപ്പ്, അങ്ങനെ അനവധി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഇത്തരം ആഗ്രഹങ്ങളെയെല്ലാം പൂർത്തീകരിക്കാനായിട്ട് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കണം. അങ്ങനെ ഈ ആഗ്രഹ പൂർത്തീകരണത്തിനെല്ലാം ശേഷം നമ്മൾ എന്ത് വേണം? അങ്ങനെയാണ് നമ്മൾ മോക്ഷത്തിലേക്ക് അടുക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയണു ഭഗവാനെ ഒറ്റ നോട്ടത്തിൽ സ്പഷ്ടമായിട്ട് കാണില്ല. പുനരുരു പുരുഷാർത്ഥാത്മകം എന്നാണ് പറയണത്. അതായത് പിന്നീട് ഏറ്റവും വലിയ പുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം അല്ലേ, ആ മോക്ഷത്തെ, ആ ബ്രഹ്മതത്വത്തെ ഇവിടെ പറയുന്നുണ്ട്. ബ്രഹ്മതത്വം അതായത് ബൃഹത്തായതുകൊണ്ടാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. കാരണം ബ്രഹ്മം എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്ന ഒന്നല്ല. ഈ ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മാണല്ലോ. അതായത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മതത്വമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഉള്ളിൽ മാത്രമാണോ ഉള്ളത്? അല്ല. നിങ്ങളുടെ ഉള്ളിൽ മാത്രമാണോ ഉള്ളത്? അല്ല. ഈ സമസ്ത പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മതത്വത്തെ അറിയാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? പുരുഷാർത്ഥങ്ങൾ നേടുന്നത് വഴി നമുക്ക് ആ ബ്രഹ്മതത്വത്തെ അറിയാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഈ ബ്രഹ്മതത്വത്തെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് എന്ത് വേണം? മനസ്സിന് ശുദ്ധി ഉണ്ടാവണം. ഈ മനസ്സിൻ്റെ ശുദ്ധി എങ്ങനെയാണ് നേടാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് ശുദ്ധി ഇല്ലാത്തത്, അശുദ്ധമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം രാഗദ്വേഷങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. ഈ രാഗദ്വേഷങ്ങൾ എന്നാൽ എന്താണ്? അഷ്ടരാഗങ്ങൾ എന്ന് പറയുമല്ലോ. അതായത് കാമക്രോധ ലോഭ മോഹാദികൾ. ഇത്തരം കാമക്രോധ ലോഭ മോഹാദികൾ കൊണ്ട് നമ്മുടെ മനസ്സ് അശുദ്ധമായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയും സുഖം തോന്നില്ല, സന്തോഷം തോന്നില്ല. പക്ഷേ ഭഗവാൻ എന്ന് പറയുന്നത് പരമാനന്ദ സ്വരൂപനാണ്. എന്നെന്നും എപ്പോഴും ആനന്ദമാണ് ഭഗവാന്. ഒരിക്കലും ഒന്നിനോടും ഒട്ടാത്തത് കൊണ്ട്, നമുക്ക് എല്ലാറ്റിനോടും ഒട്ടലാണല്ലോ. നമുക്ക് ഒന്ന് കിട്ടിയാൽ അടുത്തത് വേണം.
ഇതുകൊണ്ട് നമ്മൾ തൃപ്തിയാവുന്നില്ല. നമുക്ക് ഒരു ജോലി ഇല്ലാത്തപ്പോൾ നമുക്ക് തോന്നും ജോലി കിട്ടണമെന്ന്. ആ ജോലി കിട്ടിയാൽ നമുക്ക് തൃപ്തി വരുമോ? ഇല്ല. അപ്പം നമുക്ക് തോന്നും ഇനി ഒരു കാറ് വാങ്ങാം. കാറ് കിട്ടിയാൽ തൃപ്തി വരുമോ? ഇല്ല. അപ്പം നമുക്ക് തോന്നും ഒരു വീട് വെക്കണം. അങ്ങനെ അനവധി ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുകയാണ്. അപ്പം നമുക്ക് ഒന്നിലും തൃപ്തിയില്ല. അങ്ങനെ തൃപ്തിയില്ലാത്തൊരു മനസ്സിന് ബ്രഹ്മതത്വത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ അഷ്ടരാഗങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ മാറി നിന്നുകൊണ്ട് ഈ ബ്രഹ്മതത്വത്തെ അറിയാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുരാണങ്ങളും അതുപോലെ നാരായണീയം പോലെയുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ആത്മതത്വത്തെ പ്രകാശിപ്പിക്കാനായിട്ട്, നമ്മുടെ ബുദ്ധിയെ തെളിയിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ആ ബ്രഹ്മതത്വത്തെ നമുക്ക് അറിയാനായിട്ടും സാധിക്കും. ഇനി എന്താ പറയുന്നത്? തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. തത്താവദ്ഭാതി, അതായത് ആ ബ്രഹ്മതത്വം തദ് ആവത് ഭാതി എന്നാണ്. അതായത് തദ് ബ്രഹ്മതത്വം താവത്, അതായത് തദ് എന്നാൽ എന്താണ്? അത് എന്നാണ്. ആ ബ്രഹ്മതത്വം താവത്, അതാകട്ടെ എങ്ങനെ? സാക്ഷാത്. സാക്ഷാത് എന്ന് വെച്ചാൽ എന്താണ്? കണ്ണുകൊണ്ട് കാണുന്നത് എന്നാണ്. സാക്ഷാത് എന്നാൽ അർത്ഥം നമ്മൾ കാണുന്നത്, നേരിട്ട് കാണുന്നത്. ഈ ബ്രഹ്മതത്വം എവിടെയുണ്ടെന്നാണ് പറയണത്? നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മൾ വ്യക്തികളെ കാണുന്നുണ്ട്, ചുറ്റുപാടുകളെ കാണുന്നുണ്ട്, അനവധി കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ഈ ബ്രഹ്മതത്വത്തെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട്, സാക്ഷാത് എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ ബ്രഹ്മതത്വത്തെ? ഇല്ല. അപ്പോൾ ഇവിടെ പട്ടേരിപ്പാട് പറയാണ് തത്താവദ്ഭാതി സാക്ഷാത്. ഭാതി എന്നാൽ എന്താണ്? പ്രകാശിക്കുന്നു എന്നാണ് കേട്ടോ. സാക്ഷാത് അതായത് സാക്ഷാത്തായിട്ട് പ്രകാശിക്കുന്നു. അതായത് നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് ആ പ്രകാശത്തെ അല്ലെങ്കിൽ ആ ബ്രഹ്മതത്വത്തെ അറിയാൻ സാധിക്കുന്നു. എവിടെയാണെന്നാണ് പറയുന്നത്? ഗുരുപവനപുരേ. ഗുരുപവനപുരേ എന്ന് വെച്ചാൽ എന്താണ്? ഗുരുവായൂരിൽ. ഹന്തഭാഗ്യം ജനാനാം, ജനങ്ങളുടെ ഒരു ഭാഗ്യം നോക്കണേ. ഹന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എക്സ്ക്ലമേഷനാണ്. അതായത് എത്ര ഭാഗ്യമുള്ള ജനങ്ങളാണ്. നേരിട്ട് ആ ബ്രഹ്മതത്വം എവിടെയാണ് വിളങ്ങുന്നത്? ശ്രീ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനായിട്ട് വിളങ്ങി നിൽക്കുകയാണ്. ആ ബ്രഹ്മതത്വത്തെ നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. ആ ബ്രഹ്മതത്വത്തെ നേരിട്ട് നമുക്ക് ഗുരുവായൂരിൽ പോയാൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ജനങ്ങളുടെ ഒരു ഭാഗ്യം നോക്കണേ, ഗുരുവായൂരിൽ വന്ന ആ ബ്രഹ്മത്തെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു ആശ്ചര്യത്തോടു കൂടി പട്ടേരിപ്പാട് പറയാണ്. ഇനി നമുക്കിതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം. സാന്ദ്രാനന്ദം എന്നാണ് തുടങ്ങുന്നത്, അല്ലേ? സാ എന്ന അക്ഷരം കൊണ്ടാണ്. ഇവിടെ സാധാരണ ഏതൊരു വലിയ വലിയ കാവ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഭാഗവതാണെങ്കിലും ഏതൊരു വലിയൊരു കാവ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മംഗള ശ്ലോകത്തോട് കൂടിയിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ നാരായണീയത്തിൽ നമുക്ക് അങ്ങനെ ഒരു മംഗള ശ്ലോകം കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്? ഈ നാരായണീയത്തിലെ ശ്ലോകങ്ങൾ മുഴുവനും മംഗളം പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എല്ലാ ശ്ലോകങ്ങളും മംഗളം തന്നെയാണത്രേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. ഈ സാന്ദ്രാനന്ദം എന്നാൽ എന്താണ്? സാന്ദ്രം, അതായത് പറഞ്ഞല്ലോ, അതായത് കൊഴുത്ത കട്ട പിടിച്ച ആനന്ദമാണ് എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മതത്വത്തെയാണ് വിശദീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സാന്ദ്രാനന്ദമായിട്ടുള്ള, എന്താണ് ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞാൽ അതായത് അഭംഗമായിട്ടുള്ള ആനന്ദം എന്നാണ് പറയുന്നത്. അഭംഗമായ ആനന്ദം. ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്നുള്ള ആ ഒരു വിടുതലാണ് ആനന്ദം എന്ന് പറയുന്നത്. ദുഃഖമില്ലാത്ത അവസ്ഥയാണ് ആനന്ദം. അപ്പോൾ ജീവൻ മുക്തനായിട്ടുള്ള ഒരു ആത്മാവാണെങ്കിൽ, ഇപ്പം നമ്മൾ സാധാരണ മനുഷ്യർക്ക് ദുഃഖം അനിവാര്യമാണ്, ദുഃഖം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ ദുഃഖത്തിൽ നിന്നും നമ്മളെ തന്നെ വിടുതൽ പ്രാപിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുരുഷാർത്ഥങ്ങളെ അറിയണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദുഃഖത്തിൽ നിന്നെല്ലാം മാറി നിന്നാൽ നമുക്ക് എന്ത് ലഭിക്കും? മോക്ഷം ലഭിക്കും എന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് ഈ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? പറഞ്ഞതുപോലെ പുരുഷാർത്ഥങ്ങളെ അറിയണം, അല്ലേ? അതാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വിഷയസുഖങ്ങളിലെ ലൗകിക ജീവിതത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് അനവധി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ആനന്ദാവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കും. അതിന് നമുക്ക് എന്ത് വേണമെന്നാണ് പറയണത്? സാന്ദ്രാനന്ദ അവബോധം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം.
ഈ ആനന്ദത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് അറിവ് വേണം എന്നാണ് പറയുന്നത്. ഈ സാന്ദ്രാനന്ദാവബോധാത്മകമായിട്ടുള്ള ഈ ആത്മതത്വത്തെ നമുക്കൊന്നിനോടും ഉപമിക്കാൻ സാധിക്കില്ല. ഇത് കാലത്തിനും ദേശത്തിനും എല്ലാം അതീതമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കാലദേശങ്ങൾ കൊണ്ടൊന്നും ഇതിനെ വർണ്ണിക്കാനോ അതുപോലെ വിശദീകരിക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രഹ്മതത്വത്തെ നമ്മൾ എങ്ങനെയാണ് അറിയുക? അപ്പോൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള അനവധി ആചാര്യന്മാരുണ്ട്. ഈ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള അനവധി ആളുകളുണ്ട്. അവരെല്ലാം നമുക്ക് വേദങ്ങൾ തന്നിട്ടുണ്ട്, ഉപനിഷത്തുക്കൾ തന്നിട്ടുണ്ട്. അനേകായിരം മന്ത്രങ്ങളിലൂടെ വാക്യങ്ങളിലൂടെ ഒക്കെ അവരെല്ലാം ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങളിലൂടെയെല്ലാം ഭഗവാൻ പ്രകാശിക്കുന്നു, ബ്രഹ്മതത്വമായിട്ട് പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, അസ്പഷ്ടം ദൃഷ്ടമാത്രേ. ആദ്യം സ്പഷ്ടമല്ലായിരുന്നു അല്ലേ? ആ ബ്രഹ്മതത്വം ആദ്യം സ്പഷ്ടമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സൂര്യനെ കാണുന്നുണ്ട്, സൂര്യപ്രകാശം കാണുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണെങ്കിൽ നമുക്ക് സൂര്യനെ നോക്കാൻ പ്രയാസം ഉണ്ടാവില്ല, അത്ര ശക്തമായിട്ടുള്ള കിരണങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ. പക്ഷേ ഉദിച്ച് സൂര്യൻ നെറുകയിലെത്തുമ്പോഴോ നല്ല ശക്തമായിട്ടുള്ള വെളിച്ചാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് നോക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ, അവിടെ അങ്ങനെ ഒരു വസ്തു ഉണ്ട്. ആ സൂര്യനെ നമ്മളൊന്ന് മനസ്സിൽ വിചിന്തനം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ അതിൻ്റെ രൂപത്തെ നമ്മൾ ചിന്തിച്ചു കൂട്ടും അല്ലേ. അതേപോലെ ആദ്യം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് സ്പഷ്ടമായിരിക്കില്ല. പിന്നീട് ഇനിയിപ്പോൾ ഇത് അസ്തമിച്ചു വരുമ്പോഴും നമുക്ക് സൂര്യനെ നോക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ആദ്യം സ്പഷ്ടമല്ലാതിരുന്നത് പിന്നീട് നമുക്ക് സ്പഷ്ടമായി തീരാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്പഷ്ടമായി തീരുന്നത്? ഈ പറഞ്ഞതുപോലെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ, അതായത് ഏറ്റവും അവസാനം, അതായത് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള മോക്ഷം നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം എന്നാണ് പറയുന്നത്? ആ മോക്ഷം നേടുന്നതിലൂടെയാണ് നമുക്ക് ഈ ബ്രഹ്മതത്വം സ്പഷ്ടമായിട്ട് വരുന്നത്. ദൃഷ്ടമാത്രത്തിൽ അസ്പഷ്ടമായിരുന്നത് എപ്പോഴാണോ സ്പഷ്ടമാകുന്നത് അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. നിഗമശതസഹസ്രങ്ങളിൽ പ്രകാശിക്കുന്ന ആ ബ്രഹ്മതത്വം ഇവിടെ സാക്ഷാത്തായിരിക്കുന്നു, കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നു. എവിടെ? ഗുരുവായൂരിൽ കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിഗമശതസഹസ്രം എന്ന് പറഞ്ഞല്ലോ, അതായത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മതത്വം ഇവിടെ ഗുരുവായൂരിൽ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് അറിയാൻ സാധിക്കുന്നു. ഭഗവാനെ നമുക്ക് മാംസചക്ഷുസ് കൊണ്ട് കാണാൻ സാധിക്കില്ല, അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതിനെന്ത് വേണം? നമ്മുടെ ഏവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ കാണാനായിട്ടുള്ള തത്വജ്ഞാനം നമുക്ക് നേടണം അല്ലേ. ഇപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? വിശ്വം എന്നാണ് തുടങ്ങുന്നത്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ബ്രഹ്മതത്വത്തെ സർവജ്ഞാനിയായിട്ടുള്ള ഭീഷ്മപിതാമഹൻ കണ്ടത് അന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാനെയാണ്, ഉള്ളിലുള്ള ഭഗവാനെയാണ് നേരിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന രൂപത്തിൽ ഗുരുവായൂരിലിരിക്കുന്നു. ജനങ്ങളുടെ ഒരു ഭാഗ്യം നോക്കണേ, ഹന്തഭാഗ്യം ജനാനാം. നാരായണന്റെ ലീലകൾ വർണ്ണിക്കുന്ന നാരായണീയത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകട്ടെ എന്ന് നമ്മളെ ഓരോരുത്തരെയും ആചാര്യൻ അനുഗ്രഹിക്കുകയാണ്. ആ ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ് നാരായണീയ പാരായണത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുക എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിന് വേണ്ട എളുപ്പമാർഗവും പറയുന്നുണ്ട് അല്ലേ. നമ്മൾ തപസ് കൊണ്ടോ മന്ത്രജപങ്ങൾ കൊണ്ടോ ഒന്നും വേണ്ട, നേരിട്ട് ഗുരുവായൂർ പോവുക, ആ ശ്രീലകത്തേക്ക് നോക്കുക, അവിടെ കാണാം ആ ബ്രഹ്മതത്വത്തെ എന്ന് എളുപ്പമാർഗവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. വളരെയേറെ സമയമെടുത്തു എന്നറിയാം, പക്ഷേ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഈ ഒരു ശ്ലോകം മാത്രം നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാനും അറിയാനും ശ്രമിക്കുക. അതായത് വീണ്ടും വീണ്ടും അതിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇത് ഹൃദിസ്ഥമായിട്ട് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവുക. അങ്ങനെ ഓരോ ശ്ലോകങ്ങളെയും നമ്മൾ ഇതുപോലെ വിചിന്തനം ചെയ്ത് വ്യാഖ്യാനിച്ച് അർത്ഥം സാരം എല്ലാം ഗ്രഹിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നാരായണീയത്തിലൂടെ സാക്ഷാൽ ഭാഗവതം പഠിച്ചതിന് തുല്യമായിട്ടുള്ള അറിവും വിവരവും എല്ലാം നമുക്ക് കിട്ടും. അതുമാത്രമല്ല, നമുക്ക് പാരായണം ചെയ്യുമ്പോഴും അതിനൊരു സുഖം ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവർക്കും സംസ്കൃതം ഒന്നും അറിഞ്ഞൊന്നും വരില്ലല്ലോ. അപ്പോൾ ഈ സംസ്കൃത ശബ്ദങ്ങളാണെങ്കിലും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ അറിഞ്ഞാൽ, ഇതിനുള്ളിലുള്ള തത്വങ്ങളെ ഗ്രഹിച്ചാൽ, ഇതിനുള്ളിലുള്ള കഥകളെ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ അനായാസം ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും. ആ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കും. അത് കൂടുതൽ നമുക്ക് ഭഗവാനെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. ഇപ്പം നമ്മൾ ഒരു ശ്ലോകം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നറിയാം.
അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പോയി നീണ്ടു പോയി എന്നെനിക്കറിയാം. ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഡബിൾ എക്സിലൊക്കെ ഇട്ടിട്ട് കാണാം. അതായത് നമുക്ക് സ്പീഡൊക്കെ കൂട്ടാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡബിൾ എക്സിൽ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കാണുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്രഹ്മതത്വത്തെ അറിയാനായിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ പഠിക്കാനായിട്ട് വസുദേവ കുടുംബത്തിലേക്ക് വരിക. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.